ശ്രീ ആരിഫ് ഹുസൈൻ ഒരു പോയിന്റ്. ഒറ്റ കാര്യമുള്ളൂ. വീണ്ടും 48 ആ ഒരു എന്താണ് ജൂതന്മാര് നടത്തി എന്ന് പറയുന്ന ഏതൊരു അക്രമത്തെയാണ് ചെറി പീക്ക്, അതെ, ഏത് പേരിട്ട് വിളിച്ചാലും ഒരു ചെറി പീക്കുകയാണ് ചെയ്തിരിക്കുന്നത്. ഞാൻ അതിന് മുന്നേ ഉള്ളത് വായിച്ചു തരാം. 1851 മുതലുള്ളത് എടുത്തോ. ഷൊലോമോ സൽമാൻ സൊറെഫ്, ബാറ്റിൽ ഓഫ് ടെൽ ഹൈ 1920, ജാഫർ ആയിട്ട് 1921, മിയോറ തർപാത്ത് 1929, ഹെബ്രോൺ മാസക്കർ 1929, ദി ഗ്രേറ്റ് റിവോൾട്ട് 1936, വാർ ഓഫ് ഇൻഡിപെൻഡൻസ് 1948. ഇപ്പൊ ഇതിന് മുന്നേയുള്ള എടുത്ത് പറയാവുന്നത് മാത്രമേ ഞാൻ പറയുള്ളൂ. ഇത് കൂടാതെ ഇനി കുറച്ചുകൂടി പിന്നോട്ട് പോകണമെങ്കിൽ 1500 മുതലുള്ള ഞാൻ വേണേൽ വായിച്ചുതരാം. അപ്പൊ ഇവിടെ എന്താ സംഭവിക്കുന്നത്? ഇവർക്ക് സൗകര്യമുള്ളത് ചെറിപ്പിക്കുക, ഇതാണ് സംഭവിക്കുക. ഇവിടെ നക്കബ എന്ന് പറഞ്ഞിട്ട് പറയുന്നത് അതും ചെറിയിപ്പിക്കുകയാണ്. നക്കബ എങ്ങനെ ഉണ്ടായത്? ഈ ജൂതന്മാര് അവിടെ ആ ഒരു സ്വാതന്ത്ര്യം പ്രഖ്യാപിക്കുമ്പോൾ ജെറൂസലം മുഫ്തി ഇരുന്ന് വിളിച്ചു കൂവുമായിരുന്നു. റേഡിയോയില് ഓരോ ദിവസം മണിക്കൂർ ഇടപെട്ട് വിളിച്ചു കൂവുമായിരുന്നു. എന്താണ്? എല്ലാ അറബികളും ആ സ്ഥലത്ത് നിന്ന് പുറത്തേക്ക് പോകുന്നുള്ളൂ, നമ്മളിത് ഇപ്പൊ ജൂതന്മാരെ തീർക്കും എന്ന് പറഞ്ഞിട്ട് വിളിച്ചു കൂവിക്കൊണ്ടിരുന്നിട്ട് അവർ അറ്റാക്ക് നടത്തിയപ്പോൾ സംഭവിച്ചത് എന്താണ്? ആ അറബ് രാഷ്ട്രങ്ങൾ മുഴുവൻ ഇസ്രായേൽ അവിടെ കൂച്ചുവലം കണ്ട് പിടിച്ച് അവരെ ഒതുക്കി കഴിഞ്ഞപ്പോൾ ഒരു ഫെയിൽഡ് ഒരു ജൂയിഷ് ഒരു അസാസിനേഷൻ അറ്റംപ്റ്റ്, അല്ലെങ്കിൽ ആ പറയുന്ന ഒരു എന്താ പറയാ, ആ ഒരു ജൂതന്മാരെ ഉന്മൂലനം ചെയ്യാൻ വേണ്ടി നടത്തിയ ആദ്യത്തെ ആ അറ്റംപ്റ്റ് ഫെയിൽ ആയപ്പോഴാണ് അവർ നിലവിളി തുടങ്ങിയത്. ഇരവാദം. ആ ഇരവാദത്തിന്റെ പേര് മാത്രമാണ് ഈ നക്കബ എന്ന് പറയുന്നത്. അല്ലാന്ന് തെളിയിക്കാൻ ഞാൻ നിങ്ങളെ വെല്ലുവിളിക്കണം. ഒന്നത് ഇപ്പൊ ഇവിടെ വേറെ ഒരെണ്ണം പറഞ്ഞു. വെസ്റ്റ് ബാങ്കും ഗാസയൊക്കെ ഇസ്രായേൽ പിടിച്ചെടുത്തു. എവിടുന്നാ പിടിച്ചെടുത്തത്? വെസ്റ്റ് ബാങ്ക് ഇരുന്നത് ജോർദാന്റെ കയ്യിലായിരുന്നു. ഗാസ ഇരുന്നത് എവിടെയാണ്? അത് ഈജിപ്തിന്റെ കയ്യിലായിരുന്നത്. അതെങ്ങനെയാണ് ഇവരെ ഈ പറയുന്ന പാലസ്തീനിയൻസിന്റെ സ്ഥലം ഗാസയും ഈ വെസ്റ്റ് ബാങ്കും ഒക്കെ ഈജിപ്തിന്റെ ജോർദാന്റെ കയ്യിലേക്ക് വന്ന എങ്ങനെ? അതൊന്ന് പറയോ ഈ പറയുന്ന ഹസ്കർ? അപ്പൊ നിങ്ങൾ സൗകര്യം പോലെ അതിങ്ങനെ പിടിച്ച് വളച്ചൊടിക്കുമ്പോ ഇത് വസ്തുത അറിയുന്ന ആളുകൾ ബാക്കിയുണ്ടെന്ന് നിങ്ങൾ അറിയണം. അതാണ് ഞാൻ പറയുന്നത്. എങ്ങനെയാണ് അത് അവരുടെ കയ്യിലേക്ക് എത്തിയത്? ഈ പറയുന്ന യുദ്ധത്തിന് വന്നിട്ട് അവരെ സഹായിക്കാൻ വേണ്ടി വന്നതാണ് അറബികൾ ഈ പറയുന്ന പാലസ്തീനിയൻസിനെ സഹായിച്ചിട്ട് തിരിച്ചു പോകുന്ന വഴിക്ക് അവര് ഗാസക്കാരുടെ സ്ഥലവും കൊണ്ടുപോയി വെസ്റ്റ് ബാങ്കും കൊണ്ടുപോയി. അങ്ങനെ അവസാനം 67 യുദ്ധത്തിൽ ഇസ്രായേലാണ് അത് തിരിച്ചു പിടിച്ചിട്ട് അത് ഈ വെസ്റ്റ് ബാങ്കിലെ ആളുകൾക്കും ഈ ഗാസ 2005 അത് ഗാസക്കാർക്കും തിരിച്ചുവിടും. സോ നിങ്ങൾ പറയുന്ന കണക്കിന് അത് അവര് കുടിയേറ്റക്കാരാണ്, അധിനിവേശം നടത്തുന്ന ആളുകളാണ് എന്നുണ്ടെങ്കിൽ രണ്ട് കാര്യങ്ങൾ അവിടെ നടക്കണം. ഈ പറയുന്ന സ്ഥലങ്ങൾ അവർ വിട്ടു കൊടുക്കാതിരിക്കണമായിരുന്നു. അത് അവർ ചെയ്തിട്ടില്ല, വിട്ടു കൊടുക്കുകയാണ് ചെയ്തിട്ടുള്ളത്. രണ്ട്, ഈ ഇസ്രായേലിനകത്ത് ജീവിക്കുന്നുണ്ട് 20% മുസ്ലിങ്ങളും പാലസ്തീനിയൻസ് ആയിട്ടുള്ള, ഞാൻ നേരിട്ട് സംസാരിച്ചിട്ടുള്ള ആളുകളുണ്ട്. ഇപ്പോഴും നിങ്ങൾക്ക് വേണമെങ്കിൽ അവിടെ പോയാൽ കാണാം. അപ്പൊ അങ്ങനെ ഒരു ഉന്മൂലനം നടത്തണം എന്നൊരു ഉദ്ദേശം ഈ ജൂതന്മാർക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ അവർ ആദ്യം കൊന്നു തീർക്കേണ്ടത് ആരെയാണ്? സ്വന്തം ഇസ്രായേലിനകത്ത് ജീവിക്കുന്ന 20% അല്ലേ? അവർക്ക് അതല്ല അവിടെ നടക്കുന്നത്. ശ്രീ ഹസ്കർ, അത് കഴിഞ്ഞു. ഇനി മറ്റു ഭാഗം, ഈ തീവ്രവാദികളെ ഫണ്ട് ചെയ്യുന്നത് ആരാണ്? തീവ്രവാദികൾക്ക് പരിശീലനം കൊടുക്കുന്നത് ആരാണ്? തീവ്രവാദികൾക്കുള്ള സകലമാന പണം അർത്ഥം നൽകുന്നത് ആരാണ്? അല്ല, ആരെങ്കിലും അവര് തീവ്രവാദികളാണെന്ന് പ്രഖ്യാപിച്ചിട്ട് ശേഷമല്ലേ അവർക്ക് തീവ്രവാദി ഫണ്ടിങ്? ഏതെങ്കിലും സ്വാതന്ത്ര്യ സമരവും ഏതെങ്കിലും രാജ്യത്തെ തദ്ദേശീയരായ ജനത നടത്തുന്ന സമരത്തെ മറ്റ് അന്താരാഷ്ട്ര സമൂഹം സഹായം ചെയ്യുന്നു എന്നുള്ളത് കൊണ്ട് ആ സമൂഹത്തെ ആകമാനം തെറ്റിദ്ധരിപ്പിക്കുകയും അവരെ തീവ്രവാദിയായി പ്രഖ്യാപിക്കുകയും ചെയ്യുക എന്നുള്ളതാണ് ഇപ്പോൾ നടക്കുന്നത്. അപ്പോ സത്യം ചെരിപ്പിട്ട് വരുമ്പോഴേക്കും നുണകൾ ഇങ്ങനെ ലോകം കറങ്ങി എത്തും എന്ന് പറയുന്നത് പോലെയുള്ളൂ അത്ര ഇത്. ആ വസ്തുത നാം മനസ്സിലാക്കുക. ഇസ്രായേലിലെ അല്ലല്ല അങ്ങനല്ല. ഞാൻ പറഞ്ഞുതരാം. ഞാനിപ്പോ ഏറ്റവും വസ്തുതയല്ല നിങ്ങൾ പറഞ്ഞത്. നിങ്ങൾ ഈ പറയുന്ന ഹമാസിന്റെ ചാർട്ടർ എടുക്കുക, അതിലെ ആർട്ടിക്കിൾ 13 എടുത്ത് വായിക്കുക. there is no solution for the Palestinian question except through jihad. പച്ചക്ക് എഴുതി വെച്ചിരിക്കുകയാണ്. ഇതിൽ എവിടെയാണ്? അതിൽ എഴുതി ഇനീഷ്യേറ്റീവ്സ്, പ്രപ്പോസൽസ് ആൻഡ് ഇന്റർനാഷണൽ കോൺഫറൻസസ് ആർ ഓൾ വേസ്റ്റ് ഓഫ് ടൈം ആൻഡ് വെയിൻ എൻഡേവേഴ്സ്. അതായത് നിങ്ങൾ ഈ പറയുന്ന ചർച്ചയും ഇൻജാതി സാധനം ഒന്നും ഒരു ഗുണമില്ല. നമ്മൾ ചെയ്യേണ്ടത് ജിഹാദാണ് മക്കളെ എന്ന് എഴുതി വെക്കുകയും അള്ളാഹു ആണ് ഞങ്ങളുടെ മാർഗം, ഇസ്ലാമാണ് ഞങ്ങളുടെ വഴി, ജിഹാദാണ് അതിന്റെ മാർഗം എന്നൊക്കെ പച്ചക്ക് എഴുതി വെച്ചിരിക്കുകയാണ് ഈ ഹമാസിന്റെ ചാർട്ടറിൽ. അതിന്റെ ഓപ്പണിംഗ് സ്റ്റേറ്റ്മെന്റ് എന്താണ്? ഞാൻ വായിച്ചു തരാം. അതിൽ എഴുതി വെച്ചിരിക്കുന്നത് ഇസ്രായേൽ വിൽ എക്സിസ്റ്റ് ആൻഡ് വിൽ കണ്ടിന്യൂ ടു എക്സിസ്റ്റ് അണ്ടിൽ ഇസ്ലാം വിൽ ഒബ്ലിറ്ററേറ്റ് ഇറ്റ് ജസ്റ്റ് ആസ് ഇറ്റ് ഒബ്ലിറ്ററേറ്റഡ് അതേഴ്സ് ബിഫോർ ഇറ്റ്. ഇസ്ലാം എങ്ങനെയാണോ അതിന് മുന്നുള്ള ആളുകളെ നശിപ്പിച്ചത് അതേപോലെ ഇസ്രായേലിനെ ഇസ്ലാം നശിപ്പിച്ചിരിക്കും എന്ന് പച്ചക്ക് എഴുതി വെച്ചിരിക്കുകയാണ്. ഇത് എഴുതി വെക്കുകയും അത് നടപ്പിലാക്കുകയും ചെയ്യുന്ന ആളുകളെ അവരുടെ ചെയ്തിയുടെ പേരിലാണ് തീവ്രവാദി എന്ന് വിളിക്കുന്നത്. അല്ലാതെ ഏതെങ്കിലും സംഘടന അവരെ UN പ്രഖ്യാപിച്ചിട്ടുണ്ടോ ഇല്ലയോ നോക്കിയിട്ടല്ല. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ എന്ത് അടിസ്ഥാനത്തിൽ RSSനെ തീവ്രവാദി സംഘടന നിങ്ങൾ വിളിക്കുന്നത്? UN പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഗ്ലോബൽ ടെറർ ഇൻഡെക്സ് എല്ലാ വർഷവും പ്രഖ്യാപിക്കാറുണ്ട് അവരുടെ ലിസ്റ്റ്. എപ്പോഴെങ്കിലും ഒരു തവണ RSS അതിനകത്ത് വന്നിട്ടുണ്ടോ? എന്നാൽ 2023 24 ലിസ്റ്റ് വരുമ്പോൾ ടോപ്പ് 4 ടെറർ ഓർഗനൈസേഷൻസ് എടുത്തു കഴിഞ്ഞാൽ അതിൽ ഒന്നാമത്തത് ഹമാസ് ആയിരുന്നു. അപ്പോൾ നിങ്ങൾ പറയുന്ന സാധനങ്ങൾ നിങ്ങൾക്ക് തന്നെ തിരിച്ചുകൊള്ളു. അപ്പൊ വെറുതെ UN പറയാത്തത് കൊണ്ട് ഞങ്ങൾ അത് ടെറർ അല്ല എന്ന് വിളിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ടെററിസം ടെറർ ആക്ടിവിറ്റിയുടെ പേരിലാണ് അതിനെ ടെറർ
ഒരു ഓർഗനൈസേഷൻ ആയിട്ട് പറയും. ഒന്നുകൂടി പറയാം, ഐസിസ് ടെറർ ഓർഗനൈസേഷൻ ആണോ? ശ്രീ ആരിഫ് ഹുസൈൻ, ശ്രീ ഹസ്കർ പൂർത്തിയാക്കട്ടെ. ശ്രീ ഹസ്കർ ഒരു പോയിന്റ് കൂടി, ശ്രീ ഹസ്കർ ഒരു പോയിന്റ് കൂടി. അങ്ങ് ന്യായീകരിച്ചോളൂ, അങ്ങക്ക് അഭിപ്രായ സ്വാതന്ത്ര്യമുണ്ട്. പക്ഷെ ദൈവത്തെ ഓർത്ത് ഒരു അപേക്ഷയാണിത്. സുഭാഷ് ചന്ദ്രബോസിനെ പിടിച്ചുകൊണ്ടുവന്ന് ഇവരുമായിട്ടൊക്കെ ഒന്ന് താരതമ്യം ചേരുന്ന ഒരു ചെറിയ അപേക്ഷ, അദ്ദേഹത്തെ ഒന്ന് ഒഴിവാക്കി നിർത്തിയിട്ട് അങ്ങയുടെ ന്യായീകരണം തുടരും. അല്ല, ഏറ്റവും ആധുനിക കാലത്തിലേക്ക് തന്നെ വന്നാൽ, ഇസ്രായേൽ പലസ്തീൻ കോൺഫ്ലിക്റ്റിന്റെ ആധുനിക കാലത്ത് വന്നാൽ, ഓസ്ലോ കരാറിൽ പോലും 13% ഭൂമി പലസ്തീനിയർക്ക് നൽകണം എന്ന് വ്യക്തമായ ഒരു കരാർ ഉണ്ടാക്കിയിരുന്നു. ആ കരാറിൽ ശ്രീ ഹസ്കർ, നമ്മൾ മൊത്തത്തിൽ വിഷയത്തിൽ നിന്ന് മാറിപ്പോവുകയാണ്. അങ്ങ് ഇതിനെ ഹമാസിലേക്കും പലസ്തീനിലേക്കും കൊണ്ടുപോവുകയാണ്. അതല്ല ചോദ്യം. ഇസ്രായേൽ ഇടപെട്ടത് ശരിയാണോ? US ഇപ്പോൾ ഇടപെട്ടത് ശരിയാണോ തെറ്റാണോ? ഇസ്രായേൽ എന്തുകൊണ്ട് ഇറാൻ ആക്രമിച്ചു? അങ്ങ് വീണ്ടും വഴിതിരിച്ച് ഹമാസിലെ മറ്റേ ഈ തീവ്രവാദ ഭീകര നേതാക്കളൊക്കെ സുഭാഷ് ചന്ദ്രബോസിനെ പോലെയാണെന്ന് പറയുന്നു. പിന്നെ അങ്ങ് ഇങ്ങനെ കാട് കയറി ഗസ വഴി അങ്ങോട്ടേക്ക് പോകണ്ട. നമുക്ക് ഇറാനിലേക്ക് തിരിച്ചു വരാം. ഇറാനെ എന്തുകൊണ്ട് ഇസ്രായേൽ ആക്രമിച്ചു? ഇറാനെ എന്തുകൊണ്ട് US ആക്രമിച്ചു? എന്തുകൊണ്ട് 3 ആണവ കേന്ദ്രങ്ങൾ നശിപ്പിച്ചു? ഞാൻ അങ്ങയിലേക്ക് തിരിച്ചു വരാം.